ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സഭയുടെ 5 പള്ളികളും ഒരു കുരിശു പള്ളിയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു വിധി, അതായത് 2026 ഓഗസ്റ്റ് മാസം 13-ാം തീയതി പുറപ്പെടുവിച്ച വിധി നമ്മുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈ വിധിന്യായത്തെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ വഴിയും വീഡിയോ സന്ദേശങ്ങൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്നു എന്നത് നമ്മുടെ ഇടയിൽ ധാരാളം ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ വഴി മലങ്കര സഭയുടെ ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാം എന്ന് ആഗ്രഹിച്ചത്. ആമുഖമായി 2017 ജൂലൈ മാസം 3-ാം തീയതി 3 പള്ളികളെ സംബന്ധിച്ചും തൊട്ടു പിന്നാലെ കട്ടച്ചിറപ്പള്ളിയെ സംബന്ധിച്ചും അതിനു പിന്നാലെ കണ്ടനാട് പള്ളിയെ സംബന്ധിച്ചും ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം വിധിന്യായങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളതും ആ വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഹോദരങ്ങളായ പാത്രിക്കീസ് പക്ഷം കൊടുത്തതായ അപ്പീലുകളിലും കുറേറ്റീവ് പെറ്റീഷനും എല്ലാം തീർച്ചയായും കൃത്യമായ മറുപടി നൽകിയിട്ടുള്ളതും എല്ലാം നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന വിധി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന വിധിന്യായങ്ങളെ മുഴുവനും അട്ടിമറിക്കുന്ന രീതിയിലാണ് എന്ന, അല്ലെങ്കിൽ അവയെ മുഴുവൻ ഓവർകം ചെയ്ത് പോകുന്നതാണ് എന്ന ഒരു ചിന്ത എങ്ങനെയൊക്കെയോ നമ്മുടെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ ചിലരെങ്കിലും വിജയിച്ചു നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മീതെയാണ് ഹൈക്കോടതി എന്ന ചിന്ത വരെ ചിലരെങ്കിലും അവരുടെ പ്രസ്താവനകളുടെ പറയുന്ന രീതിയിൽ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. ഇതുതന്നെയാണ് പലരുടെയും സന്തോഷത്തിൻ്റെയും മറ്റു പലരുടെയും ആശങ്കകളുടെയും കാരണമായി നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. ഈ 6 പള്ളികളെ സംബന്ധിച്ച്, അതായത് 5 പള്ളികളും ഒരു കുരിശു പള്ളിയും സംബന്ധിച്ച് മലങ്കര സഭ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഹർജി സമർപ്പിക്കുകയും ആ ഹർജി അനുവദിച്ചുകൊണ്ട് പള്ളികൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ നമ്മുടെ സഹോദരങ്ങളായ പാത്രിക്കീസ് വിഭാഗം അതിനെതിരെ അപ്പീൽ നൽകി എന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും ആ അപ്പീൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള വിധി പ്രസ്താവം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വന്ന ഒരു വിധിയല്ല, പിന്നെ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വിധിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് മുകളിൽ നിൽക്കുന്ന ഒരു വിധി ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠത്തിൻ്റെതായി ഇപ്പോഴും സ്ഥായിയായി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം വിസ്മരിക്കരുത് എന്നുള്ളത് സ്നേഹപൂർവ്വം ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. 2-3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിന്യായത്തിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നത് എന്ന പരാമർശങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അതിലൊന്ന്, പള്ളികളുടെ കാര്യങ്ങൾ സിവിൽ കോടതി വഴി അവകാശം സ്ഥാപിച്ചെടുക്കുകയും
അതനുസരിച്ച് പള്ളികൾ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പരാമർശമാണുള്ളത്. തീർച്ചയായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച പള്ളികളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ വന്നത്. ഇപ്പോൾ പല പള്ളികളുടെയും കേസുകൾ അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നതും എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ പറയാനുള്ളത്, കോടതികൾ വഴി പള്ളികളിൽ മേൽ കൃത്യമായ അവകാശം സ്ഥാപിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നിയമപാലകർ ഇടപെടേണ്ടി വന്നാൽ ഇടപെടേണ്ടത് ആവശ്യമാണല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിഷേധിച്ചതായി കാണുന്നില്ല. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളുള്ളപ്പോൾ നിയമപാലകർ ഇടപെടേണ്ടതായിട്ട് വരും. നിയമപാലകർ ഇടപെടാതെ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ വിധികളെ അനുസരിക്കുവാനായിട്ട് ഏവരും പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമതായി അത് സംബന്ധിച്ച് നമുക്ക് പറയുവാനായിട്ട് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, കേസിൽ ഉൾപ്പെട്ട പള്ളികൾ സഭയുടെ 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടില്ല, നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, മേപ്പടി 5 പള്ളികളും മലങ്കര സഭയുടെ 1934 ഭരണഘടനയ്ക്ക് കീഴിൽ നിൽക്കുന്ന പള്ളികളാകുന്നു എന്നത് ബഹുമാനപ്പെട്ട കോടതി നിഷേധിക്കാതെ ഉറപ്പിച്ച് നിർത്തുന്നു. അതുതന്നെയാണ് സ്ഥായിയായി നിലനിൽക്കുന്നത്. അത് പറയുവാനൊരു കാരണമുണ്ട്. 2017 ജൂലൈ മാസം 3-ാം തീയതി വിധിന്യായത്തിൽ ഒരു പ്രസക്ത ഭാഗമുണ്ട്. ഇപ്രകാരമാണ് അവിടെ പറയുന്നത്: മലങ്കര ചർച്ച് ഈസ് എപ്പിസ്കോപ്പൽ ഇൻ ക്യാരക്ടർ ടു ദ എക്സ്റ്റെൻറ്റ് it is so declared in the 1934 Constitution. The 1934 Constitution fully governs the affairs of the parish churches and shall prevail. അതായത് 1934 ഭരണഘടന ഇടവപ്പള്ളികളെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും അത് സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാരും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു വിഷയമായി വന്നിരിക്കുന്നത്, നമ്മുടെ എല്ലാം മനസ്സിൽ അറിഞ്ഞോ അറിയാതെ വന്നിരിക്കുന്ന ഒരു ചിന്തയാണത്. മലങ്കര സഭാ തർക്കം എന്നത് ഒരു സ്വത്ത് തർക്കമാണ് എന്ന ചിന്ത. അത് തെറ്റിദ്ധാരണജനകവും അങ്ങനൊരു പൊതുബോധം ഉണ്ടായതിൽ വേദന ഉണ്ടാക്കുന്നതുമായൊരു വിഷയമാണ്. സത്യത്തിൽ ഇത് സ്വത്ത് തർക്കമല്ല, പള്ളി വസ്തുക്കളിന്മേലുള്ള അവകാശ തർക്കവുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. സഭയുടെ പൊതു ട്രസ്റ്റിൽ ഉൾപ്പെട്ട പള്ളികളുടെ ഭരണക്രമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന സഭാ ഭരണഘടന പ്രകാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ പ്രധാന വിഷയമായിട്ടുള്ളത്. അതല്ലാതെ സ്വത്തുക്കളിന്മേലുള്ള തർക്കമോ അവകാശമോ ഒന്നും ആരും ഇവിടെ പറയുന്നില്ല. തീർച്ചയായും 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഇടവ മെത്രാപ്പോലീത്തന്മാരാൽ നിയമിക്കപ്പെടുന്ന വൈദികരാൽ വേണം മലങ്കര സഭയുടെ പള്ളികളെല്ലാം ഭരിക്കപ്പെടുവാനും നയിക്കപ്പെടുവാനും എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന നിയമമാണ്. അതുകൊണ്ട് ഒരു പൊതു ട്രസ്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന പള്ളികളിൽ ആ ട്രസ്റ്റിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിയമമായിട്ടുള്ളത്. അതിന് വിരുദ്ധമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ സ്വയമേവ പുറത്തു പോകുന്നതല്ലേ നല്ലത് എന്ന് ഗൗരവത്തോടെ നാം ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ട് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഭാതർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സർക്കാരിന് ഇടപെടാം എന്നുള്ള ഒരു പരാമർശമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ബഹുമാനപ്പെട്ട കേരള സർക്കാർ
ചുമതലയിൽ വന്ന സമയത്ത് തന്നെ മലങ്കര സഭയുടെ തർക്കം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പലയിടങ്ങളിൽ പല പ്രാവശ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയോടും അത് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മലങ്കര സഭ ഇപ്പോഴത്തെ സർക്കാരിനോടും ഇതിന് മുന്നമേ ഉണ്ടായിട്ടുള്ള സർക്കാരുകളോടും എല്ലാം കൃത്യമായും അതിനോട് തികഞ്ഞ പോസിറ്റീവായിരിക്കുന്ന സന്തോഷപൂർവ്വമുള്ള ഒരു സമീപനമാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ചർച്ചകൾ നടത്തുമ്പോൾ വന്ന വഴി മുഴുവനും മറന്നു വെച്ചിട്ട് ചർച്ച നടത്താനായിട്ട് പറ്റുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ തർക്കങ്ങൾ വന്ന വഴികളും അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതികൾ നൽകിയിരിക്കുന്ന വിധിന്യായങ്ങളും എന്ന് കൃത്യമായി മനസ്സിലാക്കി ചർച്ചകൾ നടത്തി രമ്യമായി പരിഹരിക്കുകയും പരസ്പരം അനുരഞ്ജനപ്പെട്ട് സമാധാനം പ്രാപിച്ച് ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ് സഭ അനുശാസിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സർക്കാർ നടത്തുന്ന അപ്രകാരമുള്ള ശ്രമങ്ങളോട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തികഞ്ഞ പോസിറ്റീവ് സമീപനം, സഹകരണം ഉണ്ടാകും എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ നിയമനിർമ്മാണം വരെ നടത്താം എന്ന് പറയുന്ന ഒരു പരാമർശം കോടതി വിധിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പരാമർശം നമ്മൾ പലരെയും സന്തോഷിപ്പിക്കുകയും പലരെയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ടുള്ളത്, ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം പകർന്നു നൽകിയ വിധികൾ ധാരാളമുണ്ട്. ആ വിധികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് നിയമവും ഉണ്ടാക്കിയാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അതിനോട് ചേർന്ന് നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ തർക്കങ്ങളുടെ വഴിത്താരകളും നീതിന്യായ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിയമങ്ങളും മലങ്കര സഭയുടെ ഭരണഘടനയും മാറ്റിവെച്ചുകൊണ്ട് ചർച്ചകളിലൂടെ സമന്വയം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് മിഥ്യാധാരണയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിയമനിർമ്മാണം ഉണ്ടാക്കിയാൽ കേരളത്തിൽ സ്ഥിരമായി നിയമനിർമ്മാണങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് വഴിതെളിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വികലമായി വ്യാഖ്യാനിക്കാതെ വ്യക്തമായി വ്യാഖ്യാനിക്കാനും അവയോട് ചേർന്ന് നിൽക്കാനും നമുക്കിടയാകണം എന്നുള്ളതാണ് ബലഹീനായ എനിക്ക് സഭയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരോടും ഓർമ്മിപ്പിക്കാനുള്ളത്. നിയമം അനുസരിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കണം നിയമനിർമ്മാണം നടത്തേണ്ടത്. നിയമം അനുസരിക്കാത്തവർക്ക് അനുസരിക്കുവാനുള്ള നിയമങ്ങളാണ് കൃത്യമായും പാലിക്കപ്പെടേണ്ടതും ഉണ്ടാക്കേണ്ടത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇതുവരെയും ഭാരതത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും പാലിക്കുവാനായി കഠിനമായി ശ്രമിച്ചിട്ടുണ്ട്, തുടർന്നും അത് ശ്രമിക്കുന്നതായിരിക്കും. സത്യം എന്നും ജയിക്കും എന്ന പിതാക്കന്മാരുടെ മൊഴികളെ, വിശുദ്ധ മൊഴികളെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് തന്നെ സഭ ഇന്നും മുന്നോട്ട് പോകുന്നു. സത്യം നമ്മെ സ്വതന്ത്രരാക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ബലഹീന ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടത് സമാധാനമാണ്, അനുരഞ്ജനമാണ്. അത് നിയമത്തിൻ്റെയും നീതിയുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ആയിരിക്കണമെന്ന് മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.